നാളിതുവരെ മുമ്പ് ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ല എങ്കിൽ ഞാൻ ഇറക്കി വിടും എന്നൊക്കെ പറയുന്നുണ്ട് ശിവൻ്റെ അടുത്ത്. ഇത് കേട്ടിട്ട് ശിവൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല, അത് ഈ വീട്ടുകാർ നടത്തേയില്ല കേട്ടോ. അതുകൊണ്ട് എന്തിനാ ഭയങ്കര വിഷമിക്കുകയും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക് നിൻ്റെ കാര്യം മാത്രമല്ലേ ആലോചിക്കണം, എന്തിനാ അവരെയൊക്കെ ഇതിൽ കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ മക്കൾ വരെ ഇപ്പോൾ എന്നെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു, അത് എവളുടെ കാരണമല്ലേ, അതുകൊണ്ട് എനിക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവനാണെങ്കിൽ വകവയ്ക്കാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീന എടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി വീണ്ടും വരുന്നുണ്ട്, കാരണം കണ്ടെത്തിയിട്ട്. നിനക്ക് ഈ വീട്ടിലാണെങ്കിൽ ജോലിയൊന്നുമില്ലേ, എല്ലാം എൻ്റെ മക്കളാണല്ലോ ഇപ്പം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബബിത പറയുന്നുണ്ട്, ഞങ്ങൾക്കിതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല, ഞങ്ങളെ വീട്ടിലെ ജോലിയല്ലേ, അതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? അമ്മയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കണം ചേച്ചിയുടെ അടുത്ത്, അതല്ലേ ഇപ്പം നിനക്ക് ചേച്ചിയായോ? പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തായാലും നിൻ്റെ കഴിവ് തന്നെ എൻ്റെ മക്കളെ നീ മാറ്റിയെടുത്തത് എന്ന് അലീനിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വൈജയന്തി. എന്തായാലും മാറ്റിയെടുത്തല്ലമ്മേ, ഞാൻ മാറിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് എല്ലാവരെയും ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, അല്ലാതെ ഇത്രത്തോളം മാറ്റം ഈ വീട്ടിൽ പ്രതീക്ഷിച്ചതേയില്ല. രോഹിത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെ കാര്യത്തിലും എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ സ്വന്തം മോളെപ്പോലെ നോക്കിയല്ലേ, അതാ മോളാണെന്നും അറിയില്ല. എന്തായാലും നിൻ്റെ ഒരു കഴിവ് സമ്മതിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഇത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. എന്നാലും സ്വന്തം അമ്മയാണല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദുഃഖത്തോടെ നിൽക്കുക. ഇതൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തോന്നാ വൈജയന്തി, എപ്പോഴും അവളെടുത്ത് ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കലാണോ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കാര്യം ആരും കേൾക്കാൻ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും രോഹിത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആരാ ആദ്യം ബഹളം വെച്ചതെന്ന്. എന്തിനാ അമ്മേ ചുമ്മാ കടന്നൊന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ആ ചേച്ചിയുടെ കാര്യം നോക്കട്ടെ, നിനക്കും ചേച്ചിയായോ? എന്തായാലും എല്ലാവരും ചേച്ചിയെ ഇപ്പോൾ പൊക്കിയാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പോഴത്തേക്ക് ഞാനാണോ ഇപ്പോൾ ഈ വീട്ടിലെ വേണ്ടാത്ത ആളല്ലേ? എന്തായാലും എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്, അവൾ ഈ വീട് വിട്ടിറങ്ങണം, അതാ എൻ്റെ തീരുമാനം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല വൈജയന്തി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ വൈജയന്തി അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയിട്ട് ബാഗും കൊണ്ടാണ് വരുന്നത്. വന്നിട്ട് പറയുക, ഈ വീട്ടിൽ അവൾ നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഇനി ഒരിക്കലും നിൽക്കില്ല, അല്ലായെങ്കിൽ അവൾ പോകണം, അല്ലെങ്കിൽ ഞാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല, നീ നാടകം കളിക്കാതെ ബാഗ് കൊണ്ടുവച്ചിട്ട് നിൻ്റെ കാര്യം നോക്ക് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രോഹിത് പറയുന്നുണ്ട്, എന്തിനാ അമ്മേ ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചുമ്മാ നാടകം കളി ഇത്രത്തോളം ആക്കിയത്? എന്നാലും മോശം തന്നെയാണ്. അപ്പോഴത്തേക്കും പറയുക, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയോ? എന്നാലും എൻ്റെ അടുത്ത് ഇങ്ങനെയല്ലായിരുന്നല്ലോ, എങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയിരുന്നത്? ഇപ്പോഴത്തേക്കും ഓരോരോ വാക്കുകൾ കേട്ട് എന്നെ ഇപ്പോൾ തള്ളിപ്പറയാൻ നീ പറഞ്ഞിരിക്കുകയോ അല്ലേ? ആരാ പറഞ്ഞു തന്നെ നിനക്ക് ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരും പറഞ്ഞു തന്നെയല്ല, അമ്മയുടെ പ്രവൃത്തി കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാ. എന്തായാലും ബാഗ് എടുത്തല്ലേ അമ്മ, എന്തിനാ ഇത് ആരെ കാണിക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഞാൻ കാണിച്ചു തരാം ആരെ കാണിക്കാനാന്ന്, എവളിപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു സമാധാനം സ്വസ്ഥതയില്ല ഈ ഇവൾ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവൾ കാരണം എന്തൊന്നും സ്വസ്ഥതക്കേടാ നിനക്കിവിടെ ഉള്ളത്? അവൾ നിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? നീയല്ലേ അവളുടെ അടുത്ത് പോയി ഓരോന്നായിട്ട് വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുക തന്നെ ചെയ്യും. ഇവളെ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ഈ വീട് വിട്ട്. പിന്നെ ഇവൾ പോയ ശേഷമേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ, എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു വേണം. അതുപോലെ തന്നെ പണ്ടത്തെ പോലത്തെ വീടായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, അല്ലാതെ ഇവൾ വന്നതിന് ശേഷമുള്ള വീട്ടിനെ ഞാൻ ഇപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഏതോ സ്വപ്നലോകത്തായിരുന്നല്ലോ കുറച്ച് കാലം, എന്തായാലും അതൊക്കെ മറന്നിട്ട് ഇപ്പം പുതിയ സ്വപ്നലോകം നോക്കാൻ നടക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ വീണ്ടും തറപ്പിച്ച് നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, എനിക്കൊരു തീരുമാനമുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ നീ അറിയുമ്പോഴത്തേക്ക് നീ അപ്പോഴാണ് നിൻ്റെ സമാധാനക്കേട് ഒട്ടും ഇല്ലാതാവാൻ പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ വെച്ച് പറയുന്നത്? അതുപോലെ തന്നെ ബാലചന്ദ്രൻ ഈ പറയുന്നത് കേട്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട്,
ഓരോന്ന് കുത്തി പറയേണ്ട കാര്യമില്ല, പറയണമെങ്കിൽ മുഖത്ത് നോക്കി പറയാം, അല്ലാതെ വളച്ചൊടിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ ഈ വീട്ടുകാർക്ക് നേരമുള്ളൂ. എന്നെ ഒരു കാര്യത്തിനും ആരും അംഗീകരിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നീ ഇപ്പോൾ ഇറങ്ങുമോ എന്ന് ചോദിക്കുകയാണ് അലീനടുത്ത്. എന്നാൽ അലീന ഒന്നും മിണ്ടുന്നില്ല. ഇപ്പം ബാലചന്ദ്രൻ ഉത്തരം പറയുന്നത് ഇല്ല, നീ ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളാരാ ഞാൻ ഇറങ്ങിക്കോളാൻ പറയാൻ? ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് പോകണമെന്ന്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല. എവളിനി ഈ വീട്ടിൽ പോയല്ലാതെ ഞാൻ ഇനി തിരിച്ച് ഈ വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകാൻ വേണ്ടി നിൽക്കുക. എൻ്റെ തറവാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. ഇത് കണ്ടിട്ട് അലീന പറയുന്നുണ്ട്, പോകല്ലേ അമ്മ പോകല്ലേ. ഇപ്പോഴത്തേക്ക് പറയുക, ആരാ നിൻ്റെ അമ്മ? ഞാനാണോ? നീ എന്തിനാ എന്നെ ബേക്കിന് വിളിക്കേണ്ടേ? നീ എന്നെ വിളിക്കാൻ ഒരു ആവശ്യവുമില്ല. ഞാൻ എൻ്റെ തറവാട്ടിലേക്കാണ് പോയത്. നീ പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇത് പോയിട്ട് താഴ്ന്നു വീണ് പറയുന്നുണ്ട്, എന്തായാലും പോകല്ലേ, ഈ വീട്ടിലെ ഞാനാണ് ഇറങ്ങേണ്ടത്. എങ്കിൽ നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, എന്തായാലും നീ ഇറങ്ങിയല്ലേ, നീ വയ്ക്കോ, എന്തായാലും അലീന ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വീണ്ടും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ. അങ്ങനെ അലീനയാണെങ്കിൽ പറയുക ബാലചന്ദ്രൻ്റെ അടുത്ത്, എന്തായാലും തിരിച്ച് വിളിക്കുമെന്നൊക്കെ പറഞ്ഞ്, എന്നാലും പോകുന്നവർ പോട്ടെ, എന്തിനാ പിടിച്ചു നിർത്തുന്നേ എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബബിതയും കൃഷ്ണയും വിളിക്കുന്നുണ്ട് തിരിച്ച് വരാൻ വേണ്ടി. എന്നാൽ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ പോവുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുക, നീ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്താ അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നീ കരഞ്ഞുകൊണ്ടാണോ ചിരിച്ചുകൊണ്ടാണോ ഈ വീട്ടിൽ വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നീയാണെങ്കിൽ എല്ലാം ആലോചിച്ചിട്ടാണ് ഈ വീട് വിട്ടിറങ്ങാൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തി പറഞ്ഞു, എന്തായാലും അവൾ പോകുമ്പോൾ ഞാൻ അറിയുമല്ലോ, അത് പോകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വന്നോളാം, അല്ലാതെ ഈ ഇവളുള്ള വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് വൈജയന്തി.